ഇന്നത്തെ വിശേഷം എന്തോന്നാണ്? ഉറക്കെ പറ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അയിനൂട്ടൻ പറഞ്ഞല്ലോ അല്ലേ? അതെ, ഇന്ന് അയിനൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതവിടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തു. ഇന്നോസ് ഇതാ ഇവിടെ ആർഷയുടെ കയ്യിലിരിക്കുകയാണ്. ഈ തേരാപ്പാര നടക്കുന്നത് ആരാന്നറിയോ? ഇതാണ് അയിനൂട്ടൻ്റെ അച്ഛൻ. സേ ഹായ്. അയിനൂട്ടൻ്റെ അച്ഛൻ ഹായ് പറഞ്ഞപ്പോഴത്തേ അയിനൂട്ടൻ്റെ അപ്പയും കൂടി ഓടി വന്നേ കേട്ടോ. അപ്പോൾ ഇത് അനന്ത് ഇവിടെ കേക്ക് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചത് എന്തോ വീടാണൊക്കെയുള്ള സെറ്റപ്പിലുള്ള കേക്ക് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അത് തുറന്നു വന്നപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. കേക്ക് കാണാനുള്ള ആകാംക്ഷയിൽ നമ്മുടെ ബർത്ത്ഡേ ഗേൾ ബാക്കിൽ വന്ന് കൈയും കെട്ടി നിൽക്കുന്ന കണ്ടോ. എന്നിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് വീണ്ടും എന്താ പറയുക കൂടി വന്ന് കേക്ക് പെട്ടെന്ന് തുറക്കെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കേക്ക് തുറന്നപ്പോഴാണെങ്കിലോ ഈ കേക്ക് അടിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് ഇളക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു കേട്ടോ. അതിലെ കത്രിയെ കൊണ്ടുവന്ന് അടിയിൽ നിന്ന് കട്ട് ചെയ്തൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ അനന്ത് ചെയ്തിട്ട് ശരിയാവത്തില്ല അതൊരു ജൂലിയാൻ്റെ അതുല്യം കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തോട്ടേക്കുമായിരുന്നു. അവസാനം ഞങ്ങളിതാ സേഫായിട്ട് കേക്ക് ഇളക്കിയെടുത്തെങ്കിലും അതിൻ്റെ ഡയറി മിൽക്ക് ഇളകി വന്നു. പിന്നെ ഞങ്ങളിതാ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് നല്ല സൂപ്പറായിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാ ജൂലിയാൻ്റെ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ തിരിഞ്ഞിരിക്കുമല്ലേ, ബാക്കിലാണ് ബ്ലൂ കളർ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അനന്തു ഇങ്ങനെ എടുത്ത് കാണിച്ചെടുക്കാൻ ബാക്കിൽ വെക്കുമ്പോൾ തിരിഞ്ഞു പോകാൻ പിന്നെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് വായിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ എടുത്ത് ശരിയാക്കി വെച്ചത്. ആ മിഠായികളൊക്കെ നിരത്തി വെക്കുകയാണ് അതുല്യ കൊണ്ടുവന്ന്. അതിനോട്ട് ആദ്യമേ കയറിയത് ആ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് കയറി അവിടെ നിൽക്കുവാണ് കേട്ടോ. കേക്ക് കെട്ടിയോ റെഡി ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെ ബർത്ത്ഡേ ക്യാപ്പൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും ഇതാ കേക്ക് കെട്ടിയാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നോസ് ആദ്യമായിട്ട് കാണുന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടിയാണ് കേട്ടോ ഇന്നോസിൻ്റേത്. അപ്പോൾ ഇന്നോസ് ഇതെല്ലാം നോക്കിയിരിക്കണം അടുത്ത തവണ ഞാനാണല്ലോ എന്നുള്ള രീതിയിൽ. ഇന്നോസിന് ആ കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതാണ് അവളിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഒരു ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഫാമിലി ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ ഇതാ കേക്ക് കട്ടിയാൻ വേണ്ടി അവരച്ഛനും അമ്മയും മകളും കൂടി നിൽക്കുവാണ്. അപ്പോൾ കേക്ക് കട്ടിയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ക്യാൻഡിൽ വെച്ചില്ലെന്നുള്ള കാര്യം ഓർത്തത്. പിന്നെ ക്യാൻഡിലൊക്കെ എടുത്ത് വെച്ചത് ആ കത്തിച്ചു അതിനോട്ട് ആ കത്തിച്ച ഉടനെ തന്നെ ഊതി അണച്ചു. എന്നിട്ട് ഇതാ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഇതാ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ കഴിക്കുന്നതിനെക്കാട്ടിയും എപ്പോഴാണ് അവർക്ക് ബാക്കിയുള്ളവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനോട്ട് എന്താ ഓടി നടന്ന് എല്ലാവർക്കും കേക്ക് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയനൂട്ടിന് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റെല്ലാം എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു. അത് അയനൂട്ടിൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് ഒരു ഗിഫ്റ്റ് കൊടുത്തത്. അത് കഴിഞ്ഞാൽ ഇതൊക്കെ അയനൂട്ടിൻ്റെ ഫ്രണ്ട്സാണ്. ഇത് അയനൂട്ടിൻ്റെ നൈബറാണ് കേട്ടോ. ഇത് അയനൂട്ടിൻ്റെ അച്ചായിയാണ്. അങ്ങനെ ഇത് അയനൂട്ടിൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും കൂടി ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ കൊടുത്തത്. അയനൂട്ടിന് ഈ ഡ്രസ്സ് കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ടോയ്സ് കൊടുക്കുന്നതിനെ കാട്ടിയൊക്കെ അവർക്ക് ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്ലേ അതുപോലെ തന്നെ ജെല്ലി പിന്നെ കീ ചെയിൻസ് ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അത് ആരെങ്കിലും മേടിച്ചിട്ട് അവൾ ഭയങ്കര ഹാപ്പി. അത് ആർഷയും അനന്തും കൂടി ഒരു ഡ്രസ്സ് കൊടുത്തു. ജൂലിയാൻ്റെ ഒരു ടെഡി ബിയർ കൊടുത്തു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പോയപ്പോഴത്തേക്ക് അമ്മ എന്ത് ചെയ്തു, വീഡിയോ ഓണാക്കാതെ ഫോണും പിടിച്ചോണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമത് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടി കൊടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ ബൈ.